പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ ചോരപ്പുഴ ഒഴുകുന്നു. വെറുമൊരു ആക്രമണമല്ല, മറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLA. പുറത്തു വരുന്ന കണക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ മാത്രം 200-ലധികം പാകിസ്ഥാൻ സൈനികരെ വധിച്ചുവെന്ന് BLA അവകാശപ്പെടുന്നു. 17 സൈനികർ പിടിയിലായിരിക്കുന്നു. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണിത്. എന്താണ് ബലൂചിസ്ഥാനിൽ സംഭവിക്കുന്നത്? ആരാണ് ഈ വനിതാ പോരാളികൾ? നോക്കാം. ഓപ്പറേഷൻ ഹെറോഫ് ഫേസ് 2 പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു പേരാണിത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഴിച്ചുവിട്ടിരിക്കുന്ന ഈ വൻ ആക്രമണത്തിൽ പാകിസ്ഥാൻ ആർമി, പോലീസ്, ഫ്രോണ്ടിയർ കോപ്സ് എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. BLA പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 200-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഔദ്യോഗികമായി ഈ കണക്കുകൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബലൂചിസ്ഥാനിലെ 48 നഗരങ്ങളിലായി ഒരേ സമയം ആക്രമണം നടക്കുകയാണ്. ക്വറ്റ, ഗ്വാദർ, മസ്തൂം തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ BLA നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 23-ലധികം വാഹനങ്ങളാണ് ഇവർ കത്തിച്ച് ചാമ്പലാക്കിയത്. ബാങ്കുകൾ, പോലീസ് സ്റ്റേഷനുകൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ 30-ലധികം സർക്കാർ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു. ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ നിയന്ത്രണം ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ആക്രമണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വശം ഇതിന് നേതൃത്വം നൽകുന്നത് സ്ത്രീകളാണ് എന്നതാണ്. BLAയുടെ എലൈറ്റ് സൂയിസൈഡ് സ്ക്വാഡ് ആയിട്ടുള്ള മജീദ് ബ്രിഗേഡിലെ അംഗങ്ങളാണ് ഇവർ. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ആസിഫ മെങ്കൽ എന്ന പെൺകുട്ടി സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ ആസ്ഥാനത്തേക്ക് ഇടിച്ചു കയറ്റിയാണ് പൊട്ടിത്തെറിച്ചത്. മറ്റൊരു പോരാളിയായിട്ടുള്ള ഹവ ബലൂച്ച് തന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അയച്ച സന്ദേശം ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണീർ ഇനിയും കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാണ് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. സ്വന്തം മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്താൻ സ്വയം ബലിയാടാകാൻ പോലും മടിയില്ലാത്ത ഒരു ജനതയുടെ രോഷമാണ് ഈ യുവതികളിലൂടെ കാണുന്നത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പോലും സ്ഥിരീകരിച്ചത് കുറഞ്ഞത് 2 വൻ ആക്രമണങ്ങളെങ്കിലും നടത്തിയത് ഈ സ്ത്രീകളാണ് എന്നാണ്. ഇതൊരു ഭീകരാക്രമണമല്ല, മറിച്ച് വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ അതിജീവന പോരാട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ബലൂചിസ്ഥാൻ? പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ് തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ബലൂചിസ്ഥാൻ. എന്നാൽ ഈ സമ്പത്തെല്ലാം പാകിസ്ഥാൻ ഭരണകൂടം കൊള്ളയടിക്കുകയാണെന്നും ബലൂച്ച് ജനതയ്ക്ക് ഇതിന്റെ യാതൊരു ഗുണവും ലഭിക്കുന്നില്ല എന്നുമാണ് അവരുടെ പരാതി. ചൈനയുമായി ചേർന്ന് പാകിസ്ഥാൻ നടത്തുന്ന വൻകിട പദ്ധതികൾക്കായി ബലൂചിസ്ഥാനിലെ ഗ്രാമങ്ങൾ ഒഴിപ്പിക്കപ്പെടുന്നു. ഇതിനെ എതിർക്കുന്ന യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ പാകിസ്ഥാൻ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു. കാണാതായവരുടെ നാട് എന്നാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് അറിയപ്പെടുന്നത് പോലും. അങ്ങനെ പറയുമ്പോൾ ഭീകരതയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. സ്വന്തം മണ്ണിൽ സ്വന്തം പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ അവകാശമില്ലാതെ പട്ടാളത്തിന്റെ ക്രൂരതകൾക്ക് ഇരയാകുന്ന ഒരു ജനതയുടെ അവസാനത്തെ ആയുധമാണ് BLA. അവർ പോലീസിനെയോ സാധാരണക്കാരെയോ ലക്ഷ്യമിടുന്നില്ല, മറിച്ച് തങ്ങളെ അടിച്ചമർത്തുന്ന പട്ടാളത്തെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയുമാണ് ശത്രുക്കളായി കാണുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സ്വാതന്ത്ര്യ സമരമായി അവർ പ്രഖ്യാപിക്കുന്നതും അങ്ങനെ വിശ്വസിക്കുന്നതും. നിലവിൽ ബലൂചിസ്ഥാൻ പുറം ലോകത്ത് നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, ഗതാഗതം സ്തംഭിച്ചു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും ഉയർന്നേക്കാമെന്ന് BLA മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. തങ്ങളുടെ മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളം പിന്മാറുന്നത് വരെ ഈ പോരാട്ടം തുടരും എന്നാണ് അവരുടെ പ്രഖ്യാപനം. അടിച്ചമർത്തലുകൾക്കെതിരെ ഒരു ജനത ആയുധമെടുക്കുമ്പോൾ അത് എത്രത്തോളം ഭയാനകമാകുമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചറിയുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.